ലഹരി മാഫിയയുടെ വിളയാട്ടം മട്ടാഞ്ചേരി GHS LPS സ്കൂൾ ആശങ്കയിൽ. ലഹരി മാഫിയ വിളയാട്ടത്തിൽ മട്ടാഞ്ചേരി GHS LPS സർക്കാർ സ്കൂൾ ഭയാശങ്കയിൽ. വർഷങ്ങളായി തുടരുന്ന മാഫിയ വിളയാട്ടം സ്കൂളിന്റെ പ്രവർത്തനത്തെയും വികസനത്തെയും തളർത്തുകയാണ്. സ്കൂൾ സമയം കഴിഞ്ഞാൽ അതിക്രമിച്ചു കടക്കുന്ന ലഹരി സംഘങ്ങൾ ജനാലകൾ തകർക്കുക, ബോർഡുകൾ നശിപ്പിക്കുക, അടുക്കളപാത്രങ്ങൾ സ്കൂൾ അങ്കണത്തിൽ വിതറുക, ചെടിച്ചട്ടികളും പച്ചക്കറി കൃഷിയും നശിപ്പിക്കുക, കുടിവെള്ള ടാങ്കിൽ കുളിക്കുക, മലമൂത്ര വിസർജനം നടത്തുക, മദ്യക്കുപ്പികൾ പൊട്ടിച്ചിടുക തുടങ്ങി സ്കൂളിനെ തകർക്കുന്ന വിളയാട്ടമാണ് നടത്തുന്നത്. തുടർച്ചയായ അവധി ദിനങ്ങൾക്ക് ശേഷം സ്കൂൾ അന്തരീക്ഷം ഏറെ നാശോന്മുഖമായ നിലയിലായിരിക്കുമെന്ന് അധ്യാപകർ പറയുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനകം 4-ാം തവണയാണ് സ്കൂൾ ഉപകരണങ്ങൾ തകർക്കുന്നത്. പരാതി നൽകിയാലും പ്രാഥമിക നിരീക്ഷണം നടത്തുന്ന പോലീസ് നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്നാണ് ആരോപണം. സ്കൂളിൽ കുട്ടികളെ അയക്കാൻ ഭയമാണെന്ന് രക്ഷിതാക്കളും പറയുന്നു. സ്കൂളിലെ CCTVയിൽ ലഹരി മാഫിയ നടത്തുന്ന അതിക്രമങ്ങൾ വ്യക്തമായിട്ടും പോലീസ് നിസ്സംഗമായിരിക്കുന്നതിൽ ജനരോക്ഷം ഉയരുന്നുണ്ട്. എന്റെ പേര് സുമനാണ്. ഞാനൊരു സീനിയർ അധ്യാപികയാണ്. കഴിഞ്ഞ 28-ാം തീയതി വൈകുന്നേരം ഒരു 5:30 കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് എക്സാം പോയത്. അതിനുശേഷം ഇവിടെ പോകുന്നതിന് മുന്നേ അടുക്കളയിൽ മോട്ടർ ഓൺ ചെയ്തിട്ടാണ് കുടിവെള്ളത്തിന്റെ ആവശ്യത്തിന് മോട്ടർ ഓൺ ചെയ്തിട്ടാണ് ടീച്ചർ പോണത്. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ 6:30-7:00 ഞങ്ങൾ കൃത്യമായ സുലൈമാനൊക്കെ വന്നു ആ മോട്ടർ ഓഫ് ചെയ്തിട്ട് പോകുന്ന ഒരു പതിവാണ്. അന്ന് പതിവ് പോലെ സുലൈമാനൊക്കെ വന്നപ്പോൾ ഇവിടെ കണ്ട കാഴ്ച ഒരു 6:45 ആയിട്ടാണ് ഇക്ക വന്നപ്പോൾ ഇവിടെ ഞങ്ങൾ നോട്ടീസ് ബോർഡ്, അടുക്കളയുടെ മുമ്പിൽ മെനു ബോർഡ്, കുട്ടികൾക്ക് ന്യൂസ് എഴുതി കൊടുക്കുന്ന ബോർഡ് ഇതെല്ലാം കത്തിപ്പൊട്ടിച്ചിട്ട നിലയിലായിരുന്നു. പിന്നെ 2 പേരെ ഇങ്ങനെ കണ്ടത് ഹയർ സെക്കൻഡറി ഭാഗത്തേക്ക് ഓടിപ്പോകുന്നത് കണ്ട്. പിന്നെ പിറ്റേന്ന് അന്ന് ഇക്ക മോട്ടർ ഓഫ് ചെയ്ത് പിന്നെ പോയി. അന്ന് തന്നെ പോലീസിന് പരാതിയും കൊടുത്തു. 7 മണിയോടുകൂടി പോലീസിന് പരാതിയും കൊടുത്തു. പിറ്റേന്ന് രാവിലെ ഇക്ക വന്നപ്പോൾ കുറച്ച് പാത്രങ്ങൾ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് അടുക്കളയൊക്കെ നന്നായിട്ട് നോക്കുന്ന പോലെ നിൽക്കുന്നത് ഇക്ക പിന്നെ ശ്രദ്ധിച്ചില്ല. പിന്നെ ലക്ഷം വന്നപ്പോഴാണ് ശരിക്കും ഞങ്ങളുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന പാത്രങ്ങൾ തിരിച്ചറിഞ്ഞത്. അപ്പൊ അടുക്കള തുറന്ന് അടുക്കളയിൽ നോക്കിയപ്പോൾ ഈ പാത്രങ്ങൾ നമുക്ക് കണ്ടില്ല. നോക്കിയപ്പോ മൂടികളൊക്കെ പാത്രത്തിന്റെ മൂടികളൊക്കെ ചളക്കി വെച്ച ഒരു ഇതിലായിരുന്നു. ചളക്കിട്ട് പിന്നെ വീണ്ടും നിവർത്തി കൊണ്ടുവന്ന് വെച്ച രീതിയിലായിരുന്നു. ഉടനെ കൗൺസിലർ മുഖേന പോലീസിന് പരാതി കൊടുക്കുകയും പോലീസ് വന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ CCTV ദൃശ്യങ്ങൾ നോക്കിയപ്പോൾ 3-4 കുട്ടികൾ ഈ കോമ്പൗണ്ടിൽ നടക്കുന്നതായിട്ട് അതുപോലെ ഇവിടുത്തെ പാത്രങ്ങൾ എടുത്ത് ചളക്കുന്നതായിട്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ പോലീസിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെതിരെ ഇത് ഇപ്പൊ സ്ഥിരം സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ 2007 മുതൽ ഈ സ്കൂളിൽ വർക്ക് ചെയ്ത് വരുന്നുണ്ട്. അന്ന് മുതൽ പല പല പ്രശ്നങ്ങളാണ്. ടോയ്ലറ്റിന്റെ പൈപ്പ് പൊട്ടിക്കുക, ഫ്ലഷ് ടാങ്കിന്റെ ഇത് പൊട്ടിച്ചിടുക, പിന്നെ ടാങ്കില് കുടിവെള്ള ടാങ്കില് മണ്ണ് നിറച്ചിടുക, കുളിക്കുക, പിന്നെ ഇവിടെ ഇരുന്ന് കാലിന്റെ മുകളിൽ ഇരുന്ന് കുടിക്കുക, മദ്യക്കുട്ടികളും ഗ്ലാസുകളൊക്കെ ഓഫീസ് റൂമിന്റെ ബാധിക്കത്, ക്ലാസ് റൂമിന്റെ ബാധിക്കത്, അത് പൊട്ടിച്ചിടുക, ഇങ്ങനെ പല പല കാര്യങ്ങളും വർഷങ്ങളായി നടന്നു വരുന്നു. ഓരോ സമയത്തും ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട്. പക്ഷേ ചെറിയ കുട്ടികളാണെന്ന് പറഞ്ഞവർക്കെതിരെ നടപടിയൊന്നും നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല വരെ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ കുട്ടികൾ ഇങ്ങനെ ദിവസം പോകുന്നതോറും കൂടുതൽ അക്രമങ്ങളിലേക്ക് കടക്കുന്നത്. ഇവിടെ സ്കൂളിന് വേണ്ടി കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട പണമൊക്കെ സത്യം പറഞ്ഞ നിസ്കാരത്തിന് വേണ്ടി ആണ് ചെലവഴിക്കുന്നത്. ഓരോ വർഷം നമുക്ക് കുറഞ്ഞത് ഒരു 20,000 രൂപയെങ്കിലും മിനിമം ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി എക്സ്ട്രാ ആയിട്ട് പോകുന്നുണ്ട്. ഈ ഫണ്ട് ഞാൻ ചിലപ്പോൾ കിട്ടാനും പോകുന്നില്ല. ടീച്ചർ അധ്യാപകരും പിന്നെ മറ്റ് അഭ്യുദയകാംക്ഷികളും വരുന്ന ആ പൈസ കൊണ്ടാണ് ഈ റിപ്പയറിംഗൊക്കെ നടത്തുന്നത്. അപ്പോൾ സർക്കാർ സ്കൂളാണെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളും പലരുടെ സഹായത്തോടുകൂടി ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താനായിട്ട് ഈ കൂട്ടർ സമ്മതിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ കാര്യം വിഷമത്തോടുകൂടി അറിയിക്കുകയാണ്. അപ്പൊ ഇതിനെതിരായിട്ട് എന്തെങ്കിലും ഒരു നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് മറ്റ് സാമൂഹ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുള്ള അഭ്യർത്ഥനയോട് എത്തുന്നു. ഇപ്പൊ ഈ അടുത്താണ് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഈ ബോർഡ്, വാർത്താ ബോർഡും യൂണിയന്റെ ബോർഡുകളൊക്കെ എഴുതി വെച്ച ബോർഡുകളൊക്കെ വൈകുന്നേരം നശിപ്പിച്ച് തകർത്തിട്ടേക്കുന്ന കാഴ്ചയാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. ടീച്ചർ 5:45 5:00 ആകുമ്പോൾ സ്കൂൾ അടച്ചു പോകും.
അപ്പൊ ഈ മോട്ടർ ഇടുമ്പോ ആ മോട്ടർ ടീച്ചർ വിളിച്ച് എന്നോട് പറയും സേമായ മോട്ടർ ഒന്ന് ഓഫ് ചെയ്ത് 6:45 മണിയാകുമ്പോൾ ഞാൻ ഓഫ് ചെയ്യാൻ വന്നപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. അങ്ങനെ വന്ന് നോക്കുന്നതിലൊക്കെ പൊളിച്ചാണ്. ഞാൻ മുഴുവൻ ടീച്ചറിനോട് വിളിച്ച് പറഞ്ഞു. ടീച്ചർ ഫംഗ്ഷൻ സാറിനോട് വിളിച്ച് പറഞ്ഞ് പോലീസ് വന്നാന്നുള്ളത് അറിയില്ലാന്ന്. പിന്നെ പിറ്റേന്ന് അങ്ങനെ ഞാനത് കഴിഞ്ഞ് പോയി ഗേറ്റ് കൂട്ടി പോയി. ഗേറ്റ് കൂട്ടാനായിട്ട് വരുന്നതാണ് ചെറിയ ഗേറ്റ്. അങ്ങനെ രാവിലെ പിറ്റേന്ന് വരുമ്പോ ആ കുക്കറും കുറെ പാത്രങ്ങളൊക്കെ ചളക്കിക്കൊണ്ട് കിച്ചൺ റൂമിന്റെ വാതിൽക്ക് വെച്ചേക്കുന്നു. അങ്ങനെ ഞാൻ അത് തൊട്ടില്ല. ടീച്ചർ വരട്ടെന്ന് പറഞ്ഞ് ടീച്ചർ വന്ന് അപ്പൊ തന്നെ പിന്നെ പോലീസിനെ അറിയിച്ച് അവര് കുറച്ച് കഴിഞ്ഞപ്പോ വന്നതിന്റെ ഫോട്ടോ അതൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. കാര്യമായൊന്നും നടന്നിട്ടില്ല. പിന്നെ ഇവിടുത്തെ സ്ഥിരം പണിയാണ്. ഞാനിപ്പോ ഇവിടെ 13 വന്നാണ്, 2013 വന്നാണ്. ഇത്രയും വർഷമായി ഇവിടെ. എപ്പോ നോക്കിയാലും ഇത് തന്നെയാണ് പണി. ഇവിടെ മദ്യപാനവും വൈകുന്നേരം 5 മണി ആയി കഴിഞ്ഞാൽ ടാങ്കിന്റെ കുടിവെള്ള ടാങ്കിന്റെ അതിന്റെ മുകളിലും അവിടെ കെട്ടിയിട്ട് അതിന്റെ മുകളിൽ വന്ന് പിള്ളേര് ഞങ്ങളെല്ലാം കണ്ട് പലവ പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറയും. അതാണ് അവസ്ഥ. അതിന്റെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. അറിയാം, ഞാൻ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയാണ്. 7 വർഷമായി ഞാനിവിടെ സ്കൂളിൽ എച്ചമായിട്ട് വന്നിട്ട് അന്ന് തുടങ്ങി കാണുന്ന അതിക്രമങ്ങളാണിത്. ഓരോ പ്രാവശ്യവും പോലീസോട് പറയും തെളിവില്ല, പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങളാണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യമായിട്ടാണ് വീഡിയോ ഞങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ വീഡിയോ വെച്ചിട്ട് അതിക്രമം ചെയ്യുന്നവരെ കണ്ടെത്തും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മുമ്പ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും തല്ലി കുളിച്ചിട്ടുണ്ട്, കുട്ടികളുടെ വാക്കുകൾ തല്ലി കുളിച്ചിട്ടുണ്ട്, കുട്ടികൾ ചെയ്തിരിക്കുന്ന കൃഷിയുണ്ട്, അതെല്ലാം ചെയ്തിട്ടുള്ളതെല്ലാം കുട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അതിക്രമങ്ങളുടെ നിരന്തരം ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. കൊച്ചിയെ ഞെട്ടിച്ച് വസ്ത്രങ്ങളുടെ വില. കൊച്ചി ഇതുവരെ കാണാത്തൊരു വിലക്കുറവ്. സോൾ ഫാഷനിൽ ഇപ്പോൾ ഫ്ലാറ്റ് 90% വരെ ഡിസ്കൗണ്ട്. ലോകോത്തര ബ്രാൻഡ് വസ്ത്രങ്ങൾ മറ്റെങ്ങും ലഭിക്കാത്ത വളരെ വിലക്കുറവിൽ സോൾ ഫാഷനിൽ ലഭ്യമാണ്. മെൻസ്, വിമൻസ്, കിഡ്സ് വെയർ എല്ലാ കളക്ഷനിലും ഓഫർ. ഹൂഡികൾ, ടീഷർട്ടുകൾ, ജിം വെയറുകൾ എല്ലാം ഇപ്പോൾ വളരെ വിലക്കുറവിൽ സോൾ ഫാഷനിൽ ലഭ്യമാണ്. വാഫിൾ ടെക്സ്ചർ 2 ടീഷർട്ടുകൾ വെറും 599 രൂപ. കോംബോ ഓഫർ 3 ടീഷർട്ടുകൾ വെറും 499 രൂപ. കൂടാതെ 3 ലേഡീസ് സ്ട്രെയിറ്റ് ഫിറ്റ് പാന്റുകൾക്ക് വെറും 599 രൂപ മാത്രം. ഓഫർ പരിമിതം. സ്റ്റോക്ക് തീരും മുൻപ് വേഗമെത്തൂ. പുതിയ ഫാഷൻ ട്രെൻഡുകൾക്കായി ഇന്ന് തന്നെ ചുള്ളിക്കലുള്ള സോൾ ഫാഷൻ സന്ദർശിക്കൂ.